കാർഷികം, വ്യവസായം, അടിസ്ഥാന സൗകര്യ വികസനം, ആരോഗ്യം തുടങ്ങി എല്ലാ മേഖലകളിലെയും വികസനത്തിന് സർക്കാർ സ്തുത്യർഹമായ സേവനമാണ് നിർവഹിക്കുന്നതെന്ന ആമുഖത്തോടെയാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങിയത്. വരുന്ന സാമ്പത്തിക വർഷം സംസ്ഥാനം 7.5% സാമ്പത്തിക വളർച്ചയാണ് ലക്ഷ്യമാക്കുന്നത്. കാർഷിക മേഖലയിൽ സമഗ്രമായ വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിനായി കാർഷിക മേഖലയിൽ ഹൈടെക് ഫാമിംഗ് രീതി നടപ്പാക്കും. ഇതിന് നെതർലൻഡ് സർക്കാരിൻ്റെ സഹായം തേടുമെന്നും നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു. 14 high-tech villages are being set up on an experimental basis. My government intends to establish a technology center with the assistance of the Netherlands government. സംസ്ഥാനത്ത് ഈ വർഷം ഭൂമി സർവേ പുനരാരംഭിക്കും. സാമൂഹിക സുരക്ഷാ ഉദ്യമങ്ങൾക്ക് ഫണ്ട് രൂപീകരിക്കുന്നതിന് VKR പദ്ധതി തുടങ്ങും. അട്ടപ്പാടിയിലെ ആദിവാസി കുട്ടികളുടെ പോഷകാഹാര പ്രശ്നം പരിഹരിക്കുന്നതിന് ന്യൂട്രീഷൻ പദ്ധതി ആവിഷ്കരിക്കും. സംസ്ഥാനത്ത് ക്യാൻസർ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും മിനി RCCകൾ തുടങ്ങും. ജനറൽ ആശുപത്രികളിൽ പുതിയ ഡയാലിസിസ് സെന്ററുകൾ തുടങ്ങും. The high rate of growth of cancer in the state, the surgical oncology, radiotherapy and radiation physics departments of all government medical colleges of the state will be merged and upgraded into mini RCCs. നഗരവികസനത്തിന് PPP മാതൃകയിൽ പദ്ധതികൾ നടപ്പാക്കും. ഇതിനായി നിക്ഷേപ സമാഹരണം നടത്തുന്നതിന് നിക്ഷേപക സംഗമം നടത്തും. ഊർജ്ജ മേഖലയിൽ സോളാർ പദ്ധതികൾ നടപ്പാക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം.